നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തലശ്ശേരിയിലുള്ള സിയോ അക്വാ ഫാമാണ്. മാർക്കറ്റിലധികം കണ്ട് നമ്മൾ പരിചയമില്ലാത്ത റെയർ ഗപ്പികളും കൂടാതെ തന്നെ ബെറ്റ, അക്വേറിയം പ്ലാന്റ്സ്, ഷ്രിമ്പ്, സ്നെയിൽസ്, പ്രീമിയം ക്വാളിറ്റി ഫിഷ് ഫുഡ് തുടങ്ങിയവരുടെ വലിയൊരു കളക്ഷനാണ് ഈ ഫാമിലുള്ളത്. നമസ്കാരം, പേരൊന്ന് പറയൂ. നമസ്കാരം, എൻ്റെ പേര് സന്ദീപ്. എൻ്റെ ഫാമിൻ്റെ പേര് സിയോ അക്വാ ഫാം. തലശ്ശേരിയാണ്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. എൻ്റെ ഒരു ബ്രദർ കൂടിയുണ്ട്, പേര് സഞ്ജു. അവനാണ് സത്യത്തിൽ ഫാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇത് നടത്തിക്കൊണ്ടു പോവുകയാണ്. നേരിട്ട് വരുന്നവർക്ക് തലശ്ശേരിയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന് സമീപത്തുള്ള മഞ്ഞോടി ജംഗ്ഷനിൽ നിന്ന് ഒരു 10 മീറ്റർ അകലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം കിഴക്കേ കവാടത്തിന് നേരെ എതിർവശത്തുള്ള ഒരു ചെറിയ കട്ട് റോഡിലൂടെ വെറും ഒരു 50 മീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഫാമിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഗാലക്സി ബ്ലൂ ടെയിൽ എന്ന് പറയുന്ന ഒരു സ്ട്രെയിനാണ്. വളരെ പുതിയൊരു സ്ട്രെയിനാണ്. നല്ലൊരു പ്രിൻറ്റഡ് ബോഡിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ഡെൽറ്റ ടെയിലും ഉണ്ട്, നല്ല ഡാർക്ക് ബ്ലൂ ഡെൽറ്റ ടെയിലും ഉണ്ട്. ഇപ്പോൾ കൊടുക്കാനുള്ള പീസിൻ്റെ വീഡിയോ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 3 മാസം പ്രായമായ ഫിഷാണ്. ഇതിനേക്കാൾ നല്ല ബോഡി പ്രിൻറ്റഡായിട്ടും ഡാർക്ക് കളർ ഫിന്നും വരും. അതൊരു 3.5-4 മാസം ആകുമ്പോൾ നല്ല കളർ ഇതിന് ഉണ്ടായിരിക്കുന്നതാണ്. ഫ്ലെയിം റെഡ് ഡബിൾ സോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിനാണ്. ഡബിൾ സോഡിൽ തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു സ്ട്രെയിൻ തന്നെയാണിത്. വളരെ ഭംഗിയുള്ള ഫിഷാണ്. പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഹാഫ് മൂൺ ടൈഗർ എന്ന് പറയുന്ന ഒരു സ്ട്രെയിനാണ്. ഇപ്പോഴും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സ്ട്രെയിൻ തന്നെയാണ്. ലിമിറ്റഡ് പെയർസ് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ടായിരിക്കും. ജാവ റെഡിൻ്റെ ഹൈഡോർസൽ വെറൈറ്റിയാണ്. ഇത് നല്ല മൂവിങ് ഉള്ള മാർക്കറ്റ് ഡിമാൻഡുള്ള സ്ട്രെയിൻ തന്നെയാണ്. ഒരു 3 മന്ത് സൈസ് ഇപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ട്. ഒരു പ്രത്യേകത, ഫീമെയിൽസിനും നല്ല ഡോർസൽ വരും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മെയിലിന് മാത്രമല്ല, ഫീമെയിൽസിനും നല്ല വലിയ ഡോർസൽസ്, നല്ല തൂങ്ങി നിൽക്കുന്ന ഡോർസൽസ് ഉണ്ടാവും. ഒരു 4 മാസമൊക്കെ കഴിയുമ്പോൾ നല്ലൊരു ഡോർസൽ വരുന്ന സ്ട്രെയിനാണിത്. ഇത് ജാപ്പാനീസ് ബ്ലൂയുടെ സീഫിൻ റിബൺ ലൈനേജാണ്. പുതിയ സ്ട്രെയിനാണ്. 3.5 മന്ത് സൈസ് കൊടുക്കാനുണ്ട്. നല്ല സ്ട്രെയിനാണ്, നല്ല ഫിന്നും വരും. സീഫിൻ റിബൺ ലൈനേജ് സംബന്ധിച്ചിടത്തോളം അത് സെറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് മറ്റേതൊരു റിബൺ ലൈനേജ് ഗപ്പി സ്ട്രെയിൻസിനെ പോലെ ബ്രീഡിങ് പർപ്പസിനാണെങ്കിൽ റിബൺ ലൈനേജ് ആയതുകൊണ്ട് തന്നെ സെറ്റ്, ഒരു പെയർ റിബണും ഒരു പെയർ നോൺ റിബണും ആയിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ലാതെ വെറുതെ ഷോ ഗപ്പീസായിട്ടാണെങ്കിൽ പെയർ എടുക്കുന്നതിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് ജാപ്പാനീസ് ബ്ലൂയുടെ നോൺ റിബൺ ലൈനേജാണ്. വളരെ വലിയ ഫിന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫിഷാണിത്. ഇതും നമുക്കിപ്പോൾ ലിമിറ്റഡ് പെയർസ് കയ്യിലുണ്ട്. ഇത് ചില്ലി ഡിയറിൻ്റെ ന്യൂ ലൈനേജ് ആണ്. പഴയ ലൈനേജ് പോലെയല്ല, പുതിയ ലൈനേജിന് വളരെ നല്ല സിൽവർ ആയിട്ടുള്ള ബോഡിയും അതേപോലെ തന്നെ നല്ല കളറുള്ള വലിയ ഇയേഴ്സും ഉണ്ടായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട്. ഒരു പുതിയ പഴയ മോസ്കോ ഗപ്പിയല്ല, പുതിയ ലൈനേജിൽ വരുന്ന മോസ്കോ ഡാർക്ക് ബ്ലൂ ഡെൽറ്റ ടെയിൽ ആണിത്. ഇത് ഒരു 2.5 മാസം ആയ സൈസുള്ള ഫിഷിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ഇതിനേക്കാളും നല്ല ഫിൻ ഡെൽറ്റ ടെയിൽ തന്നെയാണ്. അപ്പോൾ വളരെ വലിയ ഫിന്നായിട്ട് മാറും ഒരു 3-3.5 മാസം ആകുമ്പോഴേക്ക്. ഒരു ക്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി ഒരു ക്യാപ്പിന് സമാനമായിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഫിഷിൻ്റെ ഹെഡിലൊക്കെ ഉണ്ടാവും. ബോഡിയുടെ പല ഭാഗത്തായിട്ട് ഒരു ബ്ലാക്കും ബ്ലൂവും മിക്സ് ആയിട്ടുള്ള ഒരു കളറിലുള്ള നല്ലൊരു സ്ട്രെയിനാണിത്. പുതിയ സ്ട്രെയിനാണ് ഇത്. ഹൈഫിൻ റെഡ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിനാണ്. വളരെ കുറച്ച് പേഴ്സ് മാത്രം ഇപ്പോൾ ഇനി നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ഇത് കുറച്ചു കാലമായി മാർക്കറ്റിൽ ഉള്ള ഒരു സ്ട്രെയിൻ തന്നെയാണ്. പക്ഷേ അധികം ആൾക്കാരുടെ കയ്യിൽ കാര്യമായി കാണാറില്ല. സിൽവറാഡോ HP റെഡ് ടെക്സ്ഡോ ഗ്രാസ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിനാണ്. നല്ലൊരു സ്ട്രെയിൻ തന്നെയാണിത്. ഇത് മെറ്റാലിക് ബ്ലാക്ക്, പഴയ മെറ്റാലിക് ബ്ലാക്കിൽ നിന്നും കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള പുതിയ ലൈനേജിൽ വരുന്ന ഡെൽറ്റ ടെയിൽ ആയിട്ട് വരുന്ന ഫിഷാണ്. മെറ്റാലിക് ബ്ലാക്കിൻ്റെ ഡെൽറ്റ ടെയിൽ. ഇത് പക്ക ബോഡിയിൽ മാത്രമേ പ്രിൻ്റ് ഉണ്ടാവുള്ളൂ. വാല് ഫുൾ ബ്ലാക്കായിട്ട് തന്നെ കിടക്കുന്ന നല്ലൊരു സ്റ്റേബിൾ സ്ട്രെയിനാണ് ഇത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അന്നും ഇന്നും എന്നും ഗപ്പി സ്നേഹികളുടെ ഇടയിൽ താരമായിട്ടുള്ള സാധനമാണ്. പ്ലാറ്റിനം
റെഡ് എലിഫൻ്റ് ഇയർ. അതിൻ്റെ ന്യൂ ലൈനേജാണ്. ന്യൂ ലൈനേജ് മാത്രമല്ല, അത് തിക്ക് ബോഡിയാണ്, നല്ല തടിച്ച ബോഡിയുള്ള ലൈനേജാണ്, ചൈനീസ് ലൈനേജാണ്. പ്ലാറ്റിനം റെഡിൻ്റെ ഡംബോ എലിഫൻ്റ് ഇയർ. ഇതും നല്ലൊരു ഗപ്പി സ്ട്രെയിനാണ്. സിൽവർ ലേസ് എന്നാണ് പേര്. ഡെൽറ്റ ടെയിലാണ്. നല്ല വൈഡ് ടെയിൽ ഉള്ള ബോഡി, നല്ല സിൽവർ ആയിട്ടുള്ള ഒരു സ്നേക്ക് സ്കിൻ ലുക്കിലുള്ള സിൽവർ ബോഡി ആയിട്ടുള്ള ഗപ്പിയാണ്. സിൽവർ ലേസ് എന്ന് പറയും. ഇതും ഗപ്പിയിലെ ഒരു പുതിയ ഇനം ഗപ്പിയാണ്. ജാപ്പാനീസ് റെഡ് ഹൈഫിൻ എന്നാണ് പേര്. ഡെൽറ്റ ടെയിലാണ്. ഡെൽറ്റ ടെയിൽ മാത്രമല്ല, വളരെ നല്ല രീതിയിൽ വലിയ ഒരു ഫിന്ന് ആയിട്ട് വരുന്ന ഒരു സ്ട്രെയിനാണ്. പഴയ പർപ്പിൾ മൊസൈക്ക് സ്ട്രെയിൻസ് 3-4 കളറിൽ ഇറങ്ങുന്നത് പോലെ ഇതിൻ്റെ മെയിൽസ് 2 കളറിൽ ഇറങ്ങും. ഒരു ചില്ലി മൊസൈക്ക് ടൈപ്പിലുള്ള ഒരു ഫിന്നുമായിട്ട് വരുന്ന, പിന്നെ ഒരു ഡാർക്ക് ചെറിയ റെഡ് ടൈപ്പിലുള്ള ഫിന്ന്, അങ്ങനെ 2 കളറിൽ ഇതിൻ്റെ സ്ട്രെയിൻസിന് മെയിൽ ഇറങ്ങും. ഫീമെയിൽസ് എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. നല്ലൊരു സ്ട്രെയിനാണ്. നമ്മുടെ ഫാമിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു സ്ട്രെയിൻ ശ്രീലങ്കൻ സ്നോ വൈറ്റ്. 100% പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. 100% സ്റ്റെബിലിറ്റി ഉണ്ട്. നല്ലൊരു സ്ട്രെയിനാണ്. പഴയ ആൽബിനോ വൈറ്റ്, പ്ലാറ്റിനം വൈറ്റ് പോലെ അല്ല, അതിനേക്കാൾ നന്നായിട്ട് ഫുൾ ബോഡി നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ മനോഹരമായൊരു ഗപ്പിയാണ്. അതേപോലെ തന്നെ ടെക്സ്ഡോ ഐറ്റംസ്, വൈറ്റ് ടെക്സ്ഡോ ഒക്കെ പോലത്തെ പഴയ സ്ട്രെയിൻസിന് ചില ഫുഡുകൾ കൊടുക്കുമ്പോൾ കളർ ചേഞ്ച്, വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചിലർ പറയും. അതുപോലത്തെ ബുദ്ധിമുട്ടൊന്നും ഈ ശ്രീലങ്കൻ സ്നോ വൈറ്റിനില്ല. എല്ലാ ഫുഡും ഇതിന് കൊടുക്കാൻ പറ്റും. കളർ ചേഞ്ച് വരുന്ന യാതൊരു പ്രോബ്ലവും ഇല്ല. അത് ഇതിൻ്റെ വളരെ ഒരു വലിയ പ്രത്യേകതയാണ്. പലരും വൈറ്റ് എടുക്കാൻ മടിക്കും. ഇത് കളർ ചേഞ്ച് വരും, ചില ഫുഡ് കൊടുത്താൽ പ്രിൻസ്വീന് കൊടുത്താൽ കളർ മാറിപ്പോവും, മഞ്ഞ കളറാവും, റെഡ് കളറാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും ഈ സ്ട്രെയിനില്ല. 100% പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ലൊരു സ്ട്രെയിനാണ്. ആവശ്യക്കാർ വളരെയധികം ഉള്ള ഒരു സ്ട്രെയിനാണ്. നമ്മുടെ ഫാമിലി ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു സ്ട്രെയിൻ തന്നെയാണിത്. സ്നേക്ക് സ്കിൻ റെഡ് ലേസ്. ഇതിൻ്റെ ഒരു ന്യൂ ലൈനേജാണ്. ഇത് ജൈൻറ്റ് ബോഡിയാണ്. പഴയ മോഡൽ ഇത്ര എന്താ പറയുക, ഒരു തിക്കായിട്ടുള്ള ബോഡി ആയിരിക്കില്ല. ഇതിൻ്റെ ബോഡി വളരെയധികം തടിയുള്ള ടൈപ്പാണ്. പുതിയ ലൈനേജാണ് സ്നേക്ക് സ്കിൻ റെഡ് ലേസ്. നല്ലൊരു സ്ട്രെയിനാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിനിൽപ്പെട്ട ഒരു ഗപ്പിയാണ്. ബ്ലാക്ക് ഡയമണ്ട് മെഗാഡോർസൽ എലിഫൻ്റ് ഇയർ എന്ന് പറയും. ബിഗ് ഇയർ ടൈപ്പിൽ വരുന്ന നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ഗപ്പിയാണ്. നല്ല മാർക്കറ്റ് ഡിമാൻഡ് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഫാം അവൈലബിൾ ആയിട്ടുള്ള ഗപ്പികളിൽ വെച്ച് ഏറ്റവും പുതിയ ഒരു സ്ട്രെയിനാണിത്. ആൽബിനോ പ്ലാറ്റിനം കോയി ഡെൽറ്റ ടെയിൽ റിബൺ ഗള്ളി എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ. മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു സ്ട്രെയിനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മൂവിങ് ഉള്ള ആവശ്യക്കാരുള്ള ഒരു സ്ട്രെയിനാണിത്. ഇതിൻ്റെ ബ്രീഡിംഗ് പെയർസ് ധാരാളം അവൈലബിൾ ആണ്. ഇമ്പോർട്ടഡ് പെയറിൻ്റെ F1 ബാച്ചാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാമാന്യം നല്ല ഭംഗിയുള്ള ഒരു ഗപ്പിയാണ്. റിബൺ ലൈനേജാണ്. ബ്രീഡിങ്ങിന് എടുക്കുന്ന ആൾക്കാർക്ക് സെറ്റായി എടുക്കുന്നതാണ് ഗുണം ചെയ്യുക. ന്യൂ ലൈൻ ശ്രേണിയിൽപ്പെട്ട ഒരു ഹൈബ്രിഡ് ഗപ്പി തന്നെയാണ്. ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗൺ ഡംബോ ഇയറാണ്. ബിഗ് ഇയർ ഗപ്പിയാണ്. നല്ലൊരു സ്ട്രെയിനാണ്. ഇതിൻ്റെ ലിമിറ്റഡ് പെയേഴ്സ്, ഏതാനും പെയേഴ്സ് മാത്രം ഇപ്പോൾ കൊടുക്കാനുണ്ട്. ഇത് മാർക്കറ്റിൽ ഇന്ന് വളരെയധികം ഡിമാൻഡുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗപ്പിയാണ്. സിൽവറാഡോ ടെക്സ്ഡോ കോയി മെഗാഡോർസലാണ്. ഷോർട്ട് ബോഡി വിത്ത് മെഗാഡോർസലായിട്ടുള്ള നല്ലൊരു ലൈനേജാണ് കയ്യിലുള്ളത്. 100% സ്റ്റേബിൾ ലൈനേജാണ്. നല്ല ക്യാപ്പ്, എല്ലാത്തിനും ക്യാപ്പ് ഇറങ്ങുന്ന, ഒരു പീസ് പോലും ക്യാപ്പില്ലാതെ ഇറങ്ങിയിട്ടില്ല. നല്ലൊരു ലൈനേജ് കയ്യിലുണ്ട്. ആവശ്യക്കാർ ബന്ധപ്പെടാവുന്നതാണ്. വളരെ സുപരിചിതമായി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിനാണ് യെല്ലോ ടാക്സി. എല്ലാവർക്കും അറിയുന്ന ഒരു സ്ട്രെയിൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പല ക്വാളിറ്റി ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. ഇത് നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത യെല്ലോ ടാക്സി എന്ന് പറയുന്ന സ്ട്രെയിനാണിത്. ഹൈബ്രിഡ് ഗപ്പീസിന് ഒപ്പം തന്നെ ഫൈറ്റേഴ്സിൻ്റെ ബെറ്റ ഫൈറ്റേഴ്സിൻ്റെ ഒരു മോശമില്ലാത്ത കളക്ഷൻസും ഫാമിൽ ചെയ്യുന്നുണ്ട്. കൂടുതലും OHM ഫുൾ മൂൺ ഐറ്റംസാണ് ചെയ്യുന്നത്. അതോടൊപ്പം ബിഗ് ഇയർ ഐറ്റംസും കുറച്ച് ചെയ്യുന്നുണ്ട്. ഒരു സമയം 3-4 വെറൈറ്റികൾ മാത്രമേ ചെയ്യാറുള്ളൂ. അത് കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ച് ഇറക്കാറുള്ളൂ. എന്ത് തന്നെയായാലും ഒരു 3-4 വെറൈറ്റി എല്ലാ സമയത്തും ഫാമിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ കൊടുക്കാനുള്ള കുറച്ച് ഐറ്റംസിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ ഫൈറ്റേഴ്സും
ബ്രീഡിംഗ് പെയറായിട്ടാണ് കൊടുക്കുന്നത്. എഗ് ലോഡഡ് ആയിട്ടുള്ള ഫീമെയിൽസ് അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ കോമൺ വെറൈറ്റി ഷ്രിംസും നമ്മുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ബ്ലൂ, റെഡ്, യെല്ലോ, ബ്ലാക്ക്, ഓറഞ്ച്, ക്ലിയർ, അങ്ങനെ ഒരുവിധം കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷ്രിംസും നമ്മളെ ഫാമിൽ അവൈലബിൾ ആണ്. ഭാഗം നമ്മളെ ഫാമിൽ ചെയ്യുന്നത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. ലൈവ് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ നല്ലൊരു ശേഖരം ഫാമിലുണ്ട്. കൂടുതലായിട്ടും പോട്ടഡ് പ്ലാന്റ്സ് ആണ് ചെയ്യുന്നത്. ഒരു 10-60ഓളം വെറൈറ്റിയിലുള്ള കളേഴ്സിലുള്ള ലൈവ് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ്, വാട്ടർ കാബേജ്, ഫ്രോഗ് ബിറ്റ് പോലെയുള്ള ലൈവ് പ്ലാന്റ്സ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ കല്ലിൽ അല്ലെ ഡ്രിഫ്റ്റ് വുഡിലൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ പോലത്തെ അനൂബിയസ് നാന, ജാവ ഫേൺ തുടങ്ങിയ പ്ലാന്റ്സ്, അങ്ങനെ അതുപോലത്തെ ലൈവ് പ്ലാന്റ്സിൻ്റെ ഒരു നല്ല ശേഖരം ഫാമിൽ അവൈലബിൾ ആണ്. എന്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്? നേരിടുന്നവർ കഴിവതും ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദമാവുക. അല്ലാത്ത ദിവസങ്ങളിലും വരാവുന്നതാണ്. എപ്പോഴാണെങ്കിലും താഴെ കാണുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചിട്ട് വരുന്നതായിരിക്കും ഉചിതം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡീറ്റെയിൽസെല്ലാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടിപൊളി കണ്ടന്റുമായിട്ട് കാണാം. ബൈ.